ഭീകരവാദങ്ങളിൽ കനത്ത സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒരുപോലെ പരിഭ്രാന്തി പടർത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യൻ ജീവനക്കാരുള്ള ഒരു പ്രമുഖ എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം ബോംബാക്രമണം നടത്തിയെന്നും അതിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടെന്നുമുള്ള രീതിയിലായിരുന്നു പ്രചാരണം. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ പോലും ബാധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഈ വ്യാജ വാർത്ത കാട്ടുതീ പോലെ പടർന്നത്. MT ലിയാക്കി ഫ്രീഡം എന്ന കൂറ്റൻ എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പ്രധാന അവകാശവാദം. US നേവിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത സൈനിക നീക്കത്തിൽ കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ ക്രൂ ബേഴ്സ് തൽക്ഷണം കൊല്ലപ്പെട്ടതായും വാർത്തകൾ പ്രചരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് വരെ കാരണമാകുമായിരുന്ന ഈ വാർത്ത വളരെ ആസൂത്രിതമായ രീതിയിലാണ് ചില കേന്ദ്രങ്ങൾ നിർമ്മിച്ചെടുത്തത്. ഇന്ത്യ സെന്റിനൽ എന്ന മാധ്യമം ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഭവം കൂടുതൽ ഗൗരവമേറിയതായി മാറിയത്. വാർത്തകൾക്ക് വിശ്വസനീയത കൂട്ടാനായി ആക്രമണത്തിനിരയായ കപ്പലിലെ ഒരു നാവികേന്റെതെന്ന പേരിൽ കരളലിയിപ്പിക്കുന്ന ചില ശബ്ദരേഖകളും വിവരങ്ങളും ഇവർ പുറത്തുവിട്ടിരുന്നു. കപ്പലിന് നേരെ മിസൈൽ പതിച്ചതായും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും ഈ അജ്ഞാത നാവികൻ അവകാശപ്പെടുന്ന രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അവ കപ്പലിലെ വലിയ ഫ്രീസറിനുള്ളിലാണ് വെച്ചിരിക്കുന്നതെന്ന അതീവ ക്രൂരവും ഭീതിജനകവുമായ വിവരണങ്ങളും ഈ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ വരികൾ ഇന്ത്യൻ പ്രവാസികൾക്കിടയിലും നാവികരുടെ കുടുംബങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള ആശങ്കയ്ക്കും അമർഷത്തിനും കാരണമായി. സ്വന്തം പൗരന്മാർക്ക് നേരെ അമേരിക്കൻ സൈന്യം ഇത്തരമൊരു ക്രൂരത കാട്ടിയിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രതികരിക്കാത്തതെന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. എന്നാൽ രാജ്യത്തെ ആകെ ഉലച്ച ഈ ഭീതിതമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ വേഗത്തിൽ ഇടപെടുകയും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്തു. പുറത്തുവന്ന വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉടനടി രംഗത്തിറങ്ങി. കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു മന്ത്രാലയത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. തുടർന്ന് നടത്തിയ അതിവേഗ നയതന്ത്ര നീക്കങ്ങളിലൂടെ വിവാദത്തിലകപ്പെട്ട MT ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി നേരിട്ട് സംസാരിക്കാൻ ഇന്ത്യൻ അധികൃതർക്ക് സാധിച്ചു. കപ്പലിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു. കപ്പലിന് നേരെ യാതൊരുവിധ മിസൈൽ ആക്രമണവും ഉണ്ടായിട്ടില്ലെന്ന് ക്യാപ്റ്റൻ ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിച്ചു. മാത്രമല്ല, കപ്പലിലെ എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് ഇന്ത്യൻ നാവികർ പൂർണ്ണവും ആരോഗ്യവുമായും സുരക്ഷിതവുമാണെന്ന് കപ്പൽ അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലും ചില പ്രത്യേക മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും ഇതിന് പിന്നിൽ വലിയൊരു വ്യാജ പ്രചാരണ ശൃംഖലയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വാർത്താ പത്രക്കുറിപ്പിലൂടെ ലോകത്തെ അറിയിച്ചു. ഇതോടെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വലിയൊരു ആശങ്കയ്ക്കാണ് വിരാമമായത്. വിദേശകാര്യ മന്ത്രാലയത്തിന് പുറമെ ഇന്ത്യയുടെ ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലും ഈ വിഷയത്തിൽ ശക്തമായ തിരുത്തുമായി രംഗത്തെത്തി. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച എല്ലാ വ്യാജ അവകാശവാദങ്ങളെയും അവർ പൂർണ്ണമായി നിഷേധിച്ചു. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികൾക്കുള്ളിൽ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകളുടെ വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ നാവികരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനയായ ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയും വാർത്തയിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തു വന്നു. കപ്പലിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ കുറച്ചു സമയത്തേക്ക് തടസ്സപ്പെട്ടിരുന്നു എന്നത് അവർ സ്ഥിരീകരിച്ചു. എന്നാൽ പിന്നീട് അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കപ്പൽ എവിടെയാണെന്ന് കണ്ടെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞതായി അവർ അറിയിച്ചു. ആശയവിനിമയ സംവിധാനങ്ങളിൽ ഉണ്ടായ താൽക്കാലിക തടസ്സത്തെയാണ് ചില കേന്ദ്രങ്ങൾ വലിയൊരു മിസൈൽ ആക്രമണമാക്കി ചിത്രീകരിച്ചതെന്ന് ഇതോടെ വ്യക്തമായി. കപ്പലുമായി വീണ്ടും വിജയകരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതമായി തങ്ങളുടെ ജോലി തുടരുകയാണെന്നും യൂണിയൻ ഭാരവാഹികൾ രാജ്യത്തെ ബോധ്യപ്പെടുത്തി. ഇതോടെ നാവികരുടെ കുടുംബങ്ങളിലുണ്ടായ വലിയ ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞുപോയി. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിലും അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലും നിലവിൽ വലിയ തോതിലുള്ള സൈനിക അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ നേവിയും മറ്റു സഖ്യകക്ഷികളും ഈ മേഖലയിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നുമുണ്ട്.
ഇത്തരമൊരു അതീവ സങ്കീർണമായ സാഹചര്യം മുതലെടുത്താണ് ചില തൽപര കക്ഷികൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ പോകുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ ചമച്ചതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യൻ നയതന്ത്രജ്ഞരും വിദേശകാര്യ മന്ത്രാലയവും സമയബന്ധിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വ്യാജ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമാകുമായിരുന്നു. സോഷ്യൽ മീഡിയയിലെ തെറ്റായ വിവരങ്ങൾ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കൃത്യമായ അന്വേഷണം നടത്താതെ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെയും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഇന്ത്യൻ നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ സദാ സജ്ജമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വ്യാജ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്താൻ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. MT ലിയാക്കി ഫ്രീഡം എന്ന കപ്പലും അതിലെ ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന ന്യൂഡൽഹിയുടെ വലിയ വ്യക്തതപ്പെടുത്തലോടെ ആഗോളതലത്തിൽ പടർന്ന വലിയ കള്ളപ്രചാരണത്തിനാണ് അന്ത്യമായിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യൻ നാവികർ തങ്ങളുടെ കടമകളുമായി സുരക്ഷിതമായി മുന്നോട്ടു പോവുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യമായ ഇടപെടൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ നയതന്ത്ര കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായി മാറി.